നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 8 തീയതിയിലെ ഗ്ലോബൽ മാർക്കറ്റ് റെസ്പോൺസ് പരിശോധിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ന്യൂട്രൽ സെൻസാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾക്കൊരു പോസിറ്റീവ് സെൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിച്ചത്. അതേസമയം ഓവറോൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ മികച്ച പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുക. SGX നിഫ്റ്റി 17,240 എന്ന ലെവലിൽ, അതായത് ഏകദേശം 26 പോയിന്റിൻ്റെ മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡാക്സിൽ 0.71% റാലിയും CACയിൽ 0.83%, ഫഡ്സയിൽ 0.76% പോസിറ്റീവ് മൂവ്മെൻറ്റും കാണാൻ സാധിച്ചു. ഇന്ന് പുലർച്ചെ പ്രവർത്തനം ആരംഭിച്ച ജപ്പാന്റെ മാർക്കറ്റായ നിക്കി 225 മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 111 പോയിന്റിൻ്റെ അപ്സൈഡാണ് കാണാൻ സാധിക്കുക. സ്ട്രേറ്റ് ടൈംസ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്കൊരു പോസിറ്റീവ് ട്രേഡ് കാണാൻ സാധിക്കുന്നുണ്ട്. കൊറിയൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുക. തൈവാൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്കൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുക. ഓവറോൾ ഏഷ്യൻ മാർക്കറ്റിൽ നിന്നും ഒരല്പം പോസിറ്റീവ് ബയാസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിക്കുക. ഡോ ജോൺസ് ഏകദേശം 0.00 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. S&P നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 0.37% ഡൗണും നാസ്ഡാക്കിൽ 0.58% കറക്ഷനും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അമേരിക്കയിലെ പ്രമുഖ ടെക് സ്റ്റോക്കുകളിലെല്ലാം വളരെ വലിയ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മെറ്റ പോലുള്ള സ്റ്റോക്കുകൾ അതിൻ്റെ 52 വീക്ക് ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ സെൽ ഓഫ് ആണ് സംഭവിച്ചത്. അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നിഫ്റ്റിയുടെ 17,250 എന്ന സപ്പോർട്ട് ഇന്നലെ തന്നെ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 1000 പോയിന്റിൻ്റെ കറക്ഷനും, നിഫ്റ്റിയിൽ 302 പോയിന്റിൻ്റെ കറക്ഷനും, ബാങ്ക് നിഫ്റ്റിയിൽ 793 പോയിന്റിൻ്റെ കറക്ഷനും, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 312 പോയിന്റിൻ്റെ കറക്ഷനുമാണ് കാണാൻ സാധിച്ചത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ വെറും 619 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും 1317 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ഇത്ര ഭയങ്കരമായി ഇടിയാനുള്ള ഏറ്റവും പ്രധാന കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സെല്ലിംഗ് ആരംഭിച്ചതാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1157 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1376 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ വളരെ വലിയ കറക്ഷൻ കാണാൻ സാധിച്ചു. അതേസമയം പവർ ഗ്രിഡ്, ONGC, NTPC, ശ്രീ സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നമ്മൾക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ടാറ്റ കൺസ്യൂമർ, HDFC ബാങ്ക്, HDFC ലൈഫ്, ലാർസൻ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബിയറിഷ് ട്രെൻഡാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിലും ക്രൂഡ് ഓയിലിൽ നമ്മൾക്കൊരല്പം സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ച രീതിയിലുള്ള അത്ര വളരെ വലിയ വോളറ്റിലിറ്റി ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ കാണാൻ സാധിക്കുന്നില്ല. നാച്ചുറൽ ഗ്യാസിൽ 10.82% എന്ന കറക്ഷൻ അല്ലെങ്കിൽ വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുക. ഗോൾഡ്, സിൽവർ എന്നിവയിലെല്ലാം മൊമെൻറ്റം അല്ലെങ്കിൽ വോളറ്റിലിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. സിൽവറിൽ 1.96% അപ്സൈഡ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഗോൾഡ് ഒരു പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. വരും സമയങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാന മീറ്റിംഗ് ആണ് RBIയുടെ പോളിസി മീറ്റിംഗ്. 3 ദിവസത്തെ RBIയുടെ പോളിസി മീറ്റിംഗ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും ഇമ്പാക്റ്റും ഒക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഡോളർ വിനിമയ റേറ്റ് നോക്കുകയാണെങ്കിൽ 74.07 എന്ന ലെവലിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്കൊരു ബിയറിഷ് ക്യാൻഡിലാണ് കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് 17,250 എന്ന ലെവൽ ബ്രീച്ച് ചെയ്യുകയും 17,200 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 17,200 എന്ന ലെവലിനെ ഒരു മണിക്കൂറിനടുത്ത് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്കൊരു ബിയറിഷ് ട്രെൻഡാണ് കാണാൻ സാധിക്കുക. 17,200 എന്ന ലെവൽ ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ്. 17,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റി 17,000 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇന്നത്തെ ട്രേഡിംഗ് സെഷന് ആവശ്യമായ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 17,050 എന്ന ലെവലിലും രണ്ടാമത്തെ സപ്പോർട്ട് 16,850 എന്ന ലെവലിലുമാണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 17,350, 17,400 റീജിയനിലുള്ള റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഭാരതി എയർടെൽ, IRCTC, ബാറ്റ ഇന്ത്യ, ജിൻഡാൽ സ്റ്റീൽ, ബജാജ് ഇലക്ട്രിക്കൽസ്, അജ്മേര റിയാലിറ്റി, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, അസ്ട്രാജെനിക്ക ഫാർമ, ബോറോസിൽ റിന്യൂവബിൾസ്, ഡാറ്റ പാറ്റേൺ, എൻഡുറൻസ് ടെക്നോളജി, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗ്രാന്യൂൾസ് ഇന്ത്യ, ഗുജറാത്ത് ഗ്യാസ്, ഹെഡിൽബർഗ് സിമെൻറ്റ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, JK ബാങ്ക്, JK പേപ്പർ, കോൾട്ട പാട്ടീൽ, ലേറ്റൻ വ്യൂ അനലിറ്റിക്സ്, മഹാനഗർ ഗ്യാസ്, NCC, NMDC, പ്രജ് ഇൻഡസ്ട്രീസ്, റെഡിംഗ്ടൺ, റൈറ്റ്സ്, സുവീൻ ഫാർമ, TTML തുടങ്ങിയ പല കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് ഇന്നാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിശോധിക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 265 കോടിയിൽ നിന്നും 288 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ 5391 കോടിയിൽ നിന്നും 5706 കോടിയായി മാറി. നാൽക്കോയും മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് 239 കോടിയിൽ നിന്നും 830 കോടിയായി ഉയർന്നു. റവന്യൂ 2378 കോടിയിൽ നിന്നും 3773 കോടിയായി മാറിയിട്ടുണ്ട്. കാസ്ട്രോൾ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 582 കോടിയിൽ നിന്നും 788 കോടിയായി മാറി. റവന്യൂ 2996 കോടിയിൽ നിന്നും 4192 കോടിയായി മാറിയിട്ടുണ്ട്. പൈസാലോ ഡിജിറ്റലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 22 കോടിയിൽ നിന്നും 26 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. റവന്യൂ 86 കോടിയിൽ നിന്നും 101 കോടിയായിട്ടാണ് വർദ്ധിച്ചത്. Forgings ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 29 കോടിയായി ഉയർന്നു. റവന്യൂ 223 കോടിയിൽ നിന്നും 293 കോടിയായി മാറിയിട്ടുണ്ട്. മെറ്റൽ സെക്ടറിലെ ഒരുവിധം എല്ലാ കമ്പനികളും മികച്ച ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ടാറ്റ സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ നാൽക്കോയുടെയും ഒക്കെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാവുന്നത്. ജിൻഡാൽ സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് 151 കോടിയിൽ നിന്നും 371 കോടിയായി വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. റവന്യൂ 3451 കോടിയിൽ നിന്നും 5368 കോടിയായി മാറിയിട്ടുണ്ട്. കെംഗോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 16 കോടിയിൽ നിന്നും 13 കോടിയായി ഇടിയുകയും റവന്യൂ 64 കോടിയിൽ നിന്നും 49 കോടിയായി ഇടിയുകയും ചെയ്തു. GSK ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് 186 കോടിയിൽ നിന്നും 180 കോടിയിലേക്ക് ഇടിഞ്ഞു. റവന്യൂ 719 കോടിയിൽ നിന്നും 815 കോടിയായി വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് അദാനി വിൽമാർ. അദാനി വിൽമാർട്ട് എന്ന കമ്പനി ഇന്നാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത്. കൂടാതെ സ്റ്റേക്ക് അക്വിസിഷൻ, സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ശങ്കര ബിൽഡിംഗ് പ്രൊഡക്റ്റ്. അമൻസ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയുടെ 4.65 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 556 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു. അതേസമയം രാജസ്ഥാൻ ഗ്ലോബൽ സെക്യൂരിറ്റീസ് ഈ കമ്പനിയുടെ 1.14 ലക്ഷം ഷെയറുകൾ 550 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. ക്വൻറ്റി ക്യാപിറ്റൽ ഹോൾഡിംഗ് ഇറോസ് ഇൻ്റർനാഷണൽ മീഡിയയുടെ 10 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 25 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. പ്രമുഖ ഇൻവെസ്റ്ററായ സിദ്ധപ്പ വീരപ്പ ഹെരാഗാർഗി വിശ്വരാജ ഷുഗർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ 10.7 ലക്ഷം ഷെയറുകൾ 21 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന IPO ആയ വേദാന്ത ഫാഷൻസിൻ്റെ IPO നോക്കുകയാണെങ്കിൽ 21% സബ്സ്ക്രിപ്ഷനാണ് കാണാൻ സാധിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഓട്ടോ സ്റ്റോക്സിലും പ്രത്യേകിച്ചും ബാറ്ററി സ്റ്റോക്കുകളിൽ നമ്മൾ പ്രത്യേകമായും ഫോക്കസ് ചെയ്യണം. കാരണം ബാറ്ററി സ്വാപ്പിംഗ് പോളിസിയെക്കുറിച്ചും ഓട്ടോ സെക്ടറുമായും ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ സ്റ്റോക്കുകളെയാണ് ബാറ്ററി സ്വാപ്പിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ 2 ദിവസം മുമ്പ് തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് KPR മിൽസ്. KPR മിൽസ് എന്ന കമ്പനി 805 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ LICയുടെ പോളിസി ഹോൾഡേഴ്സിന് LICയുടെ അപ്കമിംഗ് IPOയിൽ 5% ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കാണാൻ സാധിച്ചു. IT സെക്ടറിൽ നിന്നും നമ്മൾക്ക് 2 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സൊനാറ്റ സോഫ്റ്റ്വെയറും L&T ഇൻഫോടെക് എന്ന സ്റ്റോക്കും. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് മൈക്രോസോഫ്റ്റ് ക്ലൗഡ് റീറ്റെയിൽ ഡെവലപ്മെൻറ്റിന് ഒരു പാർട്ണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ L&T ഇൻഫോടെക് എന്ന കമ്പനിയും ക്ലൗഡ് പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ്റിന് വേണ്ടി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഒരു സെക്ടറാണ് മൈക്രോ ഫിനാൻസ് സെക്ടർ. ഇൻഡസൻഡ് ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ വരും വർഷങ്ങളിൽ 20% CAGR ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ്.